ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഫസ്റ്റായിട്ട് നമ്മൾ പോകുന്ന ജവാദ പാർക്കിലാണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായിട്ട് ജുമാ നമസ്കരിച്ച ഒരു പള്ളിയാണ്. ആ ഒരു പള്ളിയിലാണ് ഈ ഒരു പാർക്ക് അറിയപ്പെടുന്നത്. പക്ഷേ ആരും ആ പള്ളി പോയി നോക്കാറില്ല. കാരണം അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാവാം. അപ്പം നമ്മൾ നടന്നിട്ട് എൻട്രൻസിലേക്ക് പോകുന്നതാണ്. അപ്പം അവിടെ കയറാനായിട്ട് വെറും 10 റിയാലാണ്. 10 റിയാലിൽ ഒരാൾക്ക് 10 റിയാൽ എന്നുള്ളതിൽ 10 റിയാൽ കൊടുത്തിട്ട് കയറാം. അപ്പോൾ കയറി കഴിഞ്ഞാലെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കുറേ മറ്റേ ഇതുണ്ടല്ലോ, എക്സിബിഷനിലൊക്കെ കാണുന്ന പോലെ കുറേ ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ കയറാൻ നമ്മൾ പൈസ കൊടുക്കണം. ഓരോ ഇതിലും ഇതൊക്കെ കണ്ടോ, അവർ എന്തൊക്കെയോ ആക്കി വെച്ചതാണ്. ഇതെന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പം ഇവിടെ ഇങ്ങനെ 3 എണ്ണം ഉണ്ടാക്കി വെച്ചത് കണ്ടു ഗ്ലാസ്സിലായിട്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ആക്കി വെച്ചത് കാണാൻ. എല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ആക്കിയിട്ട് ബോഡി മസാജറൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് ഉള്ളിലേക്ക് കിടന്നു. പക്ഷേ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഒരു വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ ആരുമില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ നടന്ന്, കാരണം ഈ ഒരു വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളത് കൊണ്ട് നമ്മൾ പോയി. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല, എടുക്കാൻ പറ്റിയ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്, മലയാളീസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. ഫുള്ള് ഗോൾഡല്ല, നമ്മുടെ നാട്ടിൽ തിരൂർ പൊന്നൊന്നും പറയില്ല, അതുപോലത്തെ ഐറ്റംസാണ്. ഇവർ പറയും കളർ പോകില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്, കളറൊക്കെ പോകുന്നുണ്ട്. ഒരു വളക്ക് എന്തോ 10 റിയാലായിട്ടാണ് വാങ്ങിയത്. അപ്പം നമുക്ക് നടക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടിയുണ്ട്. ഇതിലിങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ചുറ്റിക്കാണിക്കും. ഒരുപാട് നടക്കാനുണ്ട്. ഇനി ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഇപ്പം അടുത്ത് വന്നതാണെന്ന് തോന്നുന്നു, ആദ്യം പോകുമ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് നടക്കാനുണ്ട്. അപ്പം നടന്ന് നമ്മൾ എന്താ പറയണ്ടേ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ എടുത്തിട്ട് പോവാം, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം, എല്ലാം ചെയ്യാം. അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് എത്ര മണി വരെയെങ്കിലും അവിടെ ഇരിക്കാം. നല്ലൊരു പാർക്കാണ്. രാത്രി ആകുമ്പോഴേ ഇത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി പോയിട്ട്, അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ ഒരൊച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ, ഭയങ്കര ഇറിറ്റേറ്റീവ്. പോയി ഞാനും മോളും ഇങ്ങോട്ടിരുന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം നല്ല എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടു. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇപ്പുറത്ത് വന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച്, ചായയൊക്കെ കൊണ്ടുപോയിന് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പാർക്കിലേക്ക് ഇപ്പുറത്തെ ട്രേഡിലേക്ക് വന്ന് മോള് അങ്ങനെ ഒരു ട്രേഡ് ഐറ്റംസിൽ കയറിയിട്ടുണ്ടായിന്. പക്ഷേ അതെ ഈ സാധനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോള് വേറെ എന്തൊക്കെയോ കയറാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾ പ്രായം വെച്ചിട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ജവാദ പാർക്കിൽ പോവുക. നല്ല കാഴ്ചകളാണ്, അടിപൊളി. രാത്രിയാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എന്താ പറയണ്ടേ, ഒരുപാട് വെഹിക്കിൾസ് ഇതുപോലത്തെ സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. കാരണം ഇവിടുത്തെ അറബികൾ കയറുന്ന പോലെ അല്ലല്ലേ നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് മോൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നിടയിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ, ആ ഗോൾഡിൻ്റെ ഒരു ഷോപ്പ് കണ്ടേ, അവിടെ പോയി. അവിടെ നിന്ന് ഒരു വള കണ്ടപ്പം അങ്ങനെ എടുത്ത്. കാരണം മോളെ ബ്രേസ്ലെറ്റ് എപ്പോഴും വീഴുന്ന ഒരു തരത്തിൽ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കെട്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റിൻ്റെ കൂടെ ഒരു വളയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ വാങ്ങിയതാണ്. അപ്പം എന്താ പറയണ്ടേ, ഇത് കണ്ടപ്പോൾ നല്ലൊരു കാഴ്ച തോന്നി, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളിവിടെ അടുത്താണെങ്കിൽ ഈ കോമ്പൗണ്ടിലൊക്കെ ആണെങ്കിൽ നല്ലൊരു പാർക്കാണ്, പോയിട്ട് കാണുക. ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് കാലത്തിന് ശേഷം വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ബൈ ബൈ, ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.